നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനമുയർത്തി. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരന്മാർ 26 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ത്യ കൊടുത്ത തിരിച്ചടി. വിധവകളാക്കപ്പെട്ട സഹോദരിമാർക്ക് രാജ്യം കൊടുത്ത വാക്കുപാലിച്ച് ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ കനത്ത തിരിച്ചടി. കൃത്യമായ പ്ലാനിങ്ങോടെ പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് ചുട്ട മറുപടിയായിരുന്നു. കൊല്ലപ്പെട്ടത് NIA 10 ലക്ഷം ഇനാം പ്രഖ്യാപിച്ച ഭീകരൻ ഉൾപ്പെടെയുള്ള കുടുംബം. ഇന്ത്യയുടെ ആവനാഴിയിലെ വജ്രായുധങ്ങൾ ഓരോന്നായി പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് പ്രതിരോധം തീർക്കുമ്പോഴും ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഇന്ത്യ ലംഘിക്കുന്നില്ല എന്ന് നമുക്ക് അഭിമാനിക്കാം. എന്നാൽ ചതിയന്മാരായ പാകിസ്ഥാൻ ഇനിയും ഒളിഞ്ഞിരുന്ന് യുദ്ധം നടത്തുകയാണ്. ഇന്ത്യക്കെതിരെ അതിർത്തിയിൽ തുടർച്ചയായ വെടിവയ്പ് കരാർ ലംഘിച്ചതിന് പിന്നാലെ ഇന്ത്യൻ മണ്ണിലേക്ക് രാത്രിയിൽ ഡ്രോണുകളും മിസൈലും ഒക്കെയായി പരമാവധി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ യുദ്ധവും പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ. ഓരോന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിഷ്ക്രിയമാക്കുന്ന കാഴ്ചകൾ നാം കാണുന്നുണ്ട്. പാകിസ്ഥാൻ നിരന്തരമായ പ്രകോപനം തുടരുന്നതിനിടയിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം പാകിസ്ഥാനെ തകർത്തെറിയുകയാണ്. ലാഹോറും റാവൽപിണ്ടി സ്റ്റേഡിയവും കറാച്ചി തുറമുഖവും ഇസ്ലാമാബാദും ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിന് കത്തിയമർന്നതിന് പിന്നാലെ വെള്ളിയാഴ്ചയും ഇന്ത്യൻ സിവിലിയന് നേരെ ഡ്രോൺ ആക്രമണവുമായി പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കി. വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുടുംബത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. നിയന്ത്രണ രേഖയിലുടനീളം പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തി. മോട്ടാറുകളും ഹെലി കാലിബർ ആർട്ടിലറികളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതുമായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിലെ 36 കേന്ദ്രങ്ങളാണ് അവർ ലക്ഷ്യമിട്ടത്. ആക്രമിക്കാൻ 400ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചതായും അവയെ വെടിവെച്ചിട്ടതായും ഇന്ത്യ വിശദീകരിച്ചു. പാകിസ്ഥാൻ പതിവ് പോലെ ലോകത്തെ വഞ്ചിക്കാനുള്ള നുണകൾ പടച്ചുവിടുകയാണെന്നും ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നതായുമായാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുന്നത്. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ പുഞ്ചിലെ ഗുരുദ്വാര തകർത്തത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതുകൂടാതെ പുഞ്ചിലെ ക്രിസ്ത്യൻ ആരാധനാലയവും സ്കൂളും തകർത്തു. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഏരിയൽ റഡാർ തകർത്തുവെന്നും പാക് സൈന്യത്തിന് കനത്ത നാശമുണ്ടാക്കിയെന്നും സൈനിക വക്താക്കൾ വ്യക്തമാക്കുന്നു. ആക്രമണം നടക്കുന്ന സമയത്ത് സിവിലിയൻ വിമാനങ്ങൾക്ക് വ്യോമപാത തുറന്നുകൊടുത്തു. ഇന്ത്യയുടെ തിരിച്ചടിയിൽ സിവിലിയൻ വിമാനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാകാനുള്ള ഗൂഢാലോചനയാണ് പാകിസ്ഥാൻ നടത്തിയതെന്നും പാകിസ്ഥാന്റെ ഈ നീക്കം തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ പ്രതിരോധം തീർത്തതെന്നുമാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. രാജ്യത്തിന് തന്നെ ഭീഷണിയായ ഭീകരവാദികളുടെ താവളങ്ങളാണ് ഇന്ത്യൻ മിസൈലുകൾ ലക്ഷ്യം വെച്ചത്. എന്നാൽ യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ട് അവർ ആക്രമണം നടത്തുന്നത് സംഘർഷത്തിൻ്റെ എല്ലാ മര്യാദകളും ലംഘിക്കുകയാണ്. ദുർബലമായ ശത്രു രാജ്യത്തെ ആക്രമിക്കാൻ ഇന്ത്യ തയ്യാറല്ല. ആഭ്യന്തര കലാപവും സാമ്പത്തിക അസ്ഥിരതയും പിടിച്ചുകുലുക്കുന്ന പാകിസ്ഥാനെ ഒറ്റയടിക്ക് ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. അതിനിടയിൽ മറുപടി എന്ന നിലയിൽ പാകിസ്ഥാന്റെ വ്യോമപാതകൾ തകർത്തുകൊണ്ട് ഇന്ത്യ മറുപടി നൽകിയതാണ്. എന്നിട്ടും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിലേക്ക് കടക്കാതെ പരമാവധി ആത്മസംയമനം നടത്തുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ഓരോ ആക്രമണങ്ങളും നടത്തി പറയുന്നു, പാകിസ്ഥാൻ അവസാനിച്ചാൽ സംഘർഷം തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന്. നിലവിൽ സൈനിക ശേഷിയിലും ആയുധ ബലത്തിലും ഇന്ത്യയോട് ഏറ്റുമുട്ടി നിൽക്കാൻ കെൽപ്പില്ലാത്ത പാകിസ്ഥാൻ എന്തിന് ഈ പ്രകോപനം തുടരുന്നു? ഒരു യുദ്ധം ആരംഭിച്ചാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ശത്രുവിനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോഴും ശത്രുവിന് പിടിച്ചു നിൽക്കാൻ ശേഷിയുണ്ടോ എന്ന് നോക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല. ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേക്ക് കടന്നാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം പാകിസ്ഥാന്റെ നിരന്തരമായ പ്രകോപനവും ചതിയുമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.